ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? എന്റെ യമനാണെന്നല്ലേ അവൻ പറഞ്ഞത്. അവന്റെ ഉദ്ദേശം എന്തായിരിക്കും? അച്ഛാ, പാലിവിടെ വെച്ചിട്ടുണ്ട്. അച്ഛാ, അച്ഛാ, ആരതി, നീ എപ്പോഴാ വന്നേ? ഞാനിതേ പാലവിടെ കൊണ്ടുവച്ചിട്ട് അച്ഛനെ എത്ര തവണ വിളിച്ചു എന്ന് അച്ഛനറിയാവോ? അച്ഛനത് കേട്ടതേയില്ല. ഓ, അങ്ങനെയാണോ? ഞാനെന്തോ ആലോചനയിലായിരുന്നു. എന്താ അച്ഛാ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? നോ, ടെൻഷൻ ഒന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല മോളെ. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എന്തു പറ്റിച്ച പെട്ടെന്ന് വിയർക്കുന്നേ? ഞാൻ റൂമിൽ വന്നതുപോലും അച്ഛൻ അറിഞ്ഞില്ല. അത്രയും ഡീപ്പായിട്ട് എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. എനിക്കെന്തോ മൊത്തത്തിൽ പ്രശ്നമുള്ള പോലെ തോന്നുക അച്ഛാ. ഇല്ല മോളെ, അങ്ങനെയൊന്നും ഇല്ല. അച്ഛൻ എന്തോ വല്ലാത്ത വിഷമത്തിലാണെന്ന് മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ ഈ വീട്ടിൽ വിഷമിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടുമില്ല. എന്തു പറ്റിയച്ചാ? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ, കുഴപ്പമില്ല. ചില കാര്യങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നേ. അതുപോലെ നീ ഇതിനെക്കുറിച്ചൊന്നും വെറുതെ ആലോചിക്കണ്ട. ഈ കാര്യം നീ അങ്ങ് വിട്ടേര്. അല്ല അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛനെ ആരെങ്കിലും വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്കാരുതി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ അങ്ങനെ പറയാൻ സാധിക്കില്ല. വേറൊരാളെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറല്ല. എന്നെ ഈ അവസ്ഥയിൽ കണ്ട കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. അതെന്താണെങ്കിലും ഞാൻ മാനേജ് ചെയ്തോളാം. നീ പോയി കിടക്കാൻ നോക്ക്. അല്ല അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ നടന്നൊന്നും ആരോടും പറയണ്ടെന്ന് പറയുന്നു. എന്തോ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഭയപ്പെടാൻ ഒന്നുമില്ല മോളെ. ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് എന്തൊക്കെയോ പറഞ്ഞു പോയതാ, അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. എന്നാലും അച്ഛാ, നോക്കാരുതി, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നൊന്നും വരില്ല. ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ അക്ഷരങ്ങളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ അതിനെയൊക്കെ എങ്ങനെ ശരിയാക്കി എടുക്കും എന്നുള്ള ആലോചനയിലാണ്. നീ ഇപ്പോ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നീ വ്യാകുലപ്പെടേണ്ട കാര്യമേ ഇല്ല. ആരതി, നിനക്ക് എന്നോട് എന്തെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ച് നീ പോകാൻ നോക്കും. അതെ ആദ്യ, നാളെ എന്റെ ബർത്ത്ഡേക്ക് എന്താ സ്പെഷ്യൽ? വേറെ എന്ത്, നിങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയും കൂടി പാർട്ടി നടത്തുന്നു. ആണോ? ഹലോ 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 കള്ളച്ചെറുക്ക. ഹലോ, ഞാൻ എല്ലാം കേട്ടു. വാവ്, അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് രണ്ടുപേർക്ക് മീറ്റ് ചെയ്യാം. ഹലോ ഹലോ, മിണ്ടായിരിക്കെ. നീ ഇങ്ങനെ കൂവി വിളിക്കല്ലേ. എന്റെ വീട്ടിലെ ആൾക്കാരുണ്ട്. കാം ഡൗൺ. എന്താ പറഞ്ഞത് കേട്ടില്ല, കുറച്ച് ഉറക്കെ പറ. റിലാക്സ് അവനെ പറഞ്ഞേ, റിലാക്സ്. ചേട്ടാ, വേദാന്ത്, വാ 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 വാ. വാ 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 വാ. സിദ്ധാർത്ഥ് മോളെ, അത് ഒരു ഫോൺ കോളാ, സംസാരിക്കായിരുന്നു. നിങ്ങൾക്ക് രണ്ടാക്കും എന്താ ഇവിടെ പണി? ഏയ് ഒന്നുമില്ല, നാളെ എന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേ അല്ലേ, സെലിബ്രേഷനെ പറ്റി സംസാരിക്കുകയാണ്. ഓ, നാളെയാണോ? സൂപ്പർ. പാർട്ടി ഫിക്സ് ചെയ്തോ? ഡോണ്ട് വറി, സൂപ്പർ ആക്കാം നമുക്ക്. എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇവരെപ്പോഴും എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഫ്രീഡം ഒക്കെ പോയി എന്ന് വെറുതെ പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പോ സിദ്ധാർത്ഥന്റെ ബർത്ത്ഡേക്ക് നിങ്ങളുടെ കൂടെ എത്ര വേണമെങ്കിലും അടിച്ചു പൊളിച്ചോട്ടെ ഞാൻ വിചാരിച്ചു. എന്താന്ന് വെച്ചാ ഞാൻ എന്റെ ലേഡീസ് ഗാങ്ങിന്റെ ഒപ്പം ഷോപ്പിങ്ങിന് പോവാന്ന് വെച്ചു. അതുമല്ല, മുത്തശ്ശി, അച്ഛൻ, അമ്മ എല്ലാവരും പുറത്തു പോകാൻ സമ്മതിച്ചിരിക്കുക.
അതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരും വരില്ല. നിങ്ങളുടെ രാജിയായിരിക്കും. അടുത്ത വർഷം സിദ്ധാർത്ഥ് ഈ സമയത്തിനുള്ളിൽ അച്ഛനായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഇങ്ങനത്തെ പാർട്ടികളൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ച. വേദാന്ത് ഇവൾ ഒറ്റയടിക്ക് എല്ലാം പറയുന്നത് കേൾക്കുമ്പോ ഇവള് സർപ്രൈസ് തരാനാണോ അതോ പേടിപ്പിക്കാനാണോ എന്ന് മനസ്സിലാവില്ല വേദാന്ത്. അപ്പൊ മോളെ ബാക്കിയുള്ളവരൊന്നും വിളിക്കുന്നില്ലേ? ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ ആരാ ഏട്ടാ? അതന്നെ മോളെ, അതിഥി ബാക്കിയുള്ളവരൊക്കെ അവരെയൊന്നും വിളിക്കണ്ടേ നമുക്ക്? എന്തിനെങ്ങനെ ചിരിക്കുന്നു സിദ്ധാർത്ഥ്? ഒന്നുമില്ല, അതിഥിയും പിന്നെ ബാക്കിയുള്ളവരാരും വരില്ല. കാരണം എന്താന്ന് വെച്ചാ ഇവളെല്ലാവരും വിളിച്ച് ഷോപ്പിങ്ങിന് പോവാൻ നിക്ക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഷോപ്പിങ്ങിന് പോവാതെ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ നോക്കണം. ഞാൻ അമൂല്യെ ഒരു കാരണവശാലും ഇങ്ങോട്ട് അയക്കില്ല. എനിക്ക് അവളില്ലാതെ ഷോപ്പിങ്ങിനും പോകാൻ പറ്റില്ല. ഞാനും അവളും ഒരു തരം ഏടത്തെയും നാത്തോനും ജോഡിയല്ലേ, പോരാത്തതിന് ബെസ്റ്റ് ഫ്രണ്ട്സും. അയ്യോ പെട്ടല്ലോ ഞാൻ. അത് ശരിയാ മോളെ, ഇനി കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ അവള് നിന്റെ ഏട്ടത്തിയല്ലേ, അതുകൊണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തേക്കാം. ചേട്ടാ എന്തെങ്കിലും പറഞ്ഞോ? അവനും പെട്ടൂന്ന് തോന്നുന്നു. ഞാനോ? ഇല്ല മോളെ. ഇല്ല, നീ എന്തോ പറഞ്ഞതുപോലെ തോന്നി അല്ലേ സിദ്ധാർത്ഥ്? ആ അതെ, എനിക്കും അങ്ങനെ തന്നെ തോന്നിയേ. പോട്ടെ വിട്, ഇവനൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോ നമ്മളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ബട്ട് എനിവേസ് ദ പ്ലാൻ ഈസ് ഫിക്സ്ഡ്. ആണുങ്ങളെല്ലാം വീട്ടിൽ, പെണ്ണുങ്ങളെല്ലാം ഷോപ്പിംഗ്. പെൺകുട്ടിയായിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് ഷോപ്പിംഗ് വേണ്ടാന്ന് തോന്നുന്നു. എന്താ ചേട്ടാ, ഞാൻ എല്ലാവരെയും ഷോപ്പിങ്ങിന് വിളിച്ചുകൊണ്ട് പോവാന്ന് വിഷമമാണോ? അവരെയും പാർട്ടിക്ക് വിളിക്കണമായിരുന്നോ? നോ അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് കൂൾ. എന്തൊരു കഷ്ടം, ഇത്രയും വലിയൊരു ചാൻസ് മിസ് ചെയ്തല്ലോ കള്ളച്ചെറുക്കൻ. ആ വിളിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താ നിന്റെ കൊമ്പൊടിഞ്ഞു പോവായിരുന്നോ? അതല്ലെങ്കിലും അങ്ങനെയാ. ദ ഗ്രേറ്റ് വേദാന്ത് മേനോൻ എപ്പോഴാ കയറി കൊടുന്നെന്ന് പറയാനേ പറ്റില്ല. അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ കള്ളച്ചെറുക്ക. എടി അമ്മു, ലവിന് നീ കുറച്ചു പോലും നിന്റെ ചേച്ചിയെ പോലെയല്ല. നിനക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. നിന്റെ ചേച്ചിയെ നോക്ക്, രാവിലെ എഴുന്നേറ്റ ഉടനെ വിക്കി ചേട്ടന് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുമായിരുന്നു. നീയാണെങ്കിലോ ഗുഡ് മോർണിംഗ് വേദാന്ത്. ഇത് ഒരുപാട് ഫോർമൽ ആയിപ്പോയി. നമ്മൾ അയക്കുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജ് അത് കാണുന്നവരുടെ മുഖത്ത് ഒരു ചെറിയ ചിരിയെങ്കിലും വരുത്തുന്ന പോലെ ആവണ്ടേ? ഗുഡ് മോർണിംഗ് കള്ള ചെറുക്ക. വേറെ ആരുടെ മെസ്സേജ് കോപ്പി ചെയ്യാൻ പാടില്ല. നമ്മൾ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കണം. ഇപ്പോഴൊരു സമാധാനമായി. ചേച്ചി മെസ്സേജ് ചെയ്യുന്ന പോലെ ഞാനും ചെയ്തേ. പക്ഷെ ചേച്ചിയുടെ മെസ്സേജിന് വിക്കി ചേട്ടൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുമായിരുന്നു. എന്റെ കള്ളച്ചെറുക്കനാണെങ്കിൽ അതുമില്ല.
ഇത്രയും ചെറിയ പ്രായത്തില് എന്റെ കണ്ണിന് എന്താ പറ്റിയേ? ഞാൻ കാണുന്നൊക്കെ സത്യമാണോ? ഹായ് അതിഥി. നീ എന്താ ഇത്രയും നേരത്തെ വന്നിരിക്കുന്നേ? നീ ലേറ്റ് ആയിട്ടല്ലേ എഴുന്നേക്കുന്നേ? അതെല്ലാം പാസ്റ്റ് ടെൻസാ, ഇനി അങ്ങനെയില്ല. എന്താ നിന്റെ ഉദ്ദേശം? നമ്മള് വിചാരിച്ച പോലെ നടക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ത്യാഗം ചെയ്തേ പറ്റൂ എന്നാ വലിയവര് പറഞ്ഞേക്കുന്നേ. നിനക്ക് ഏത് വൈഫൈ നെറ്റ്വർക്കിൽ കൂടാ ഈ ബോധോദയം ഉണ്ടായേ? എന്ന് വെച്ചാ നീ എപ്പോഴാ ഇത്രയും മെച്ചോർഡ് ആയത്? ഡാൻസിനെ പറ്റി ഇത്രയും സീരിയസ് ആയിട്ട് നീ ചിന്തിക്കാൻ തുടങ്ങിയത് എപ്പോ തൊട്ടാന്നാ എനിക്ക് കൺഫ്യൂഷൻ ആവുന്നേ. ഡാൻസിനെ പറ്റി ആരാ പറഞ്ഞത്? പിന്നെ ഞാൻ ധ്രുവിനെ പറ്റിയാ സംസാരിക്കുന്നത്. ധ്രുവനെ പറ്റിയോ? എന്താ നീ പറയുന്നതിന്റെ അർത്ഥം? ഡാൻസിനൊരു ഇൻസ്പിറേഷൻ വേണമല്ലോ. ഞാൻ അവരെ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുക. ഞാൻ ഇനി മുതൽ അവരെ ലൈൻ അടിക്കുമെന്ന് ഡിസൈഡ് ചെയ്തു. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഹൃദയത്തിന്റെ അടിത്തട്ടിന്ന് പറയാ. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായി അതിഥി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഹലോ, ഞാൻ ആരാന്നറിയാലോ? റൗഡി ബേബിയുടെ അനിയത്തിയാ. ഒരെണ്ണം തന്നാണ്ടല്ലോ, ലവും കാണില്ല സൈറ്റും കാണില്ല. എനിക്കായത് ഞാൻ പറഞ്ഞു. ലവ് നമുക്ക് ആരോട് എപ്പോ വേണമെങ്കിലും തോന്നാം. എനിക്കാ ഹാൻസം സ്വീറ്ററിനെ കണ്ടപ്പോഴേ തോന്നി. എന്താ ഹൈറ്റ്, എന്താ പേഴ്സണാലിറ്റി, ആ ലുക്കേ വേറെ അടി. അവന്റെ മീശ ഉണ്ടല്ലോ, അതാണ് അൾട്ടിമേറ്റ്. ഹലോ, സ്റ്റോപ്പ്. കൂടുതൽ സ്വപ്നം കാണണ്ട. അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല. നീ എന്തൊക്കെ ചെയ്താലും അവനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. കിട്ടുന്നത് പോട്ടെ, അവൻ നിന്നെ ദൂരെ നിന്ന് പോലും ഒന്നും നോക്കില്ല. നീ എത്ര ദിവസമായി എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്? അവൻ എപ്പോഴെങ്കിലും ഒരു സെക്കൻഡ് നിന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഇത്രയും ദിവസം ഞാൻ അവനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇത്രയും ദിവസത്തെ പോട്ടെ, ഇനി മുതൽ വേറെ ലെവലായിരിക്കും. ഞാൻ അവനെ സ്നേഹത്തോടെ നോക്കാൻ തുടങ്ങിയ അവനും എന്നെ അങ്ങനെ തന്നെ നോക്കും. നീ വേണമെങ്കിൽ നോക്കിക്കോ, അപ്പൊ മനസ്സിലാവും. അല്ല വാണി, ഇന്നെന്താ ഇത്രയും നേരത്തെ വന്നിരിക്കുന്നേ? ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇപ്പൊ നീ എന്ത് പറയുന്നു? എന്നെ തിരിഞ്ഞു നോക്കില്ല എന്നല്ല നീ പറഞ്ഞേ. നോക്കുക മാത്രല്ല, സംസാരിക്കുകയും ചെയ്തു. അതും എന്നെ മാത്രം. അയ്യോ ചേച്ചി, ഇന്നലെ നന്നായിട്ടല്ലേ ഉണ്ടായിരുന്നേ? ഇന്ന് ചേച്ചിക്ക് എന്താ പറ്റിയേ? ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചാ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നന്നായിട്ടുള്ളേ. ഓൾറെഡി എടുത്തു വെച്ചേക്കുന്ന തുണി പിന്നെ എന്തിനീ മടക്കി വെച്ചേക്കണേ? ഞാൻ പഠിച്ചു വെച്ചേക്കുന്ന ഡിറ്റക്റ്റീവ് നോവൽസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നീ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കും. ആ കൊരങ്ങയാണെങ്കിൽ ഞാനൊരു ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് പോരാഞ്ഞിട്ട് നീ ഇപ്പൊ തുടങ്ങിയോ? ഡിറ്റക്റ്റീവ് ആരുടെ സ്വത്തല്ല. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഇപ്പൊ മനസ്സിലായി. ഞാനേ കുമ്പളങ്ങയുടെ അത്ര ലേറ്റ് അല്ല. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കണ്ടുപിടിക്കും. ഏയ്, കൂടുതൽ സംസാരിക്കാതെ എന്താ മനസ്സിലായെന്ന് പറ. ചേച്ചിക്ക് എപ്പോഴൊക്കെ സ്ട്രെസ് ആവുന്നോ അപ്പോഴൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് നിനക്കിപ്പോ സ്ട്രെസ് ആണെന്നാ അതിന്റെ അർത്ഥം. ഞാൻ സൂപ്പർ അല്ലേ?